ഒരു കമന്റ് തന്നെയാണ് ശ്രീ ജേക്കബ് ജോർജ്. സിറോ മലബാർ സഭ നടത്തുന്ന നീക്കങ്ങൾ, കൂടിക്കാഴ്ചകളടക്കം നടത്തുന്ന നീക്കങ്ങളിൽ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള സന്ദേശങ്ങളും അത്തരം ഹിന്റുകളുമാണോ സഭാവിശ്വാസികൾക്ക് നൽകുന്നത്, പുറത്തേക്ക് നൽകുന്നത് എന്നതാണ് ചോദ്യം. വ്യക്തമായ രാഷ്ട്രീയം ഇതിനകത്തുണ്ട്, അതിനെന്താണ് തെറ്റ് എന്ന് കാത്തലിക് ഫോറത്തിന്റെ പ്രതിനിധി ചോദിക്കുന്നു. BJPയുടെ ക്രൈസ്തവ പ്രതീക്ഷകൾ ഇതിനകത്ത് പറയുന്നു. സഭയ്ക്ക് ലത്തീൻ സഭയൊക്കെ എടുക്കുന്ന വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള നിലപാടുണ്ടല്ലോ, ആ രീതിയിലുള്ള ഒരു നിലപാടിൽ ഇതാണ് രാഷ്ട്രീയ നിലപാട് എന്ന് വ്യക്തമാക്കാൻ മടി എന്തുകൊണ്ടായിരിക്കും? വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് മാത്രം ഈ സന്ദർശനങ്ങളെ പുറത്തേക്ക് പോർട്രേ ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും സഭ? ശരിക്കും അപർണ, ഈ ബഹുമാനപ്പെട്ട 3 വ്യത്യസ്ത ധാരകളിൽ നിന്നുള്ളവർ പങ്കെടുത്ത ചർച്ച രസമുണ്ട്, കേൾക്കാൻ രസമുണ്ട്. ഇത് രാഷ്ട്രീയമാണോ എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയമാണ്. അതേസമയം അതിസങ്കീർണമായ അപകടകരമായ ചില സന്ദേശങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. അതാണ് ഞാൻ കാണുന്നത്. ബഹുമാനപ്പെട്ട നോബിൾ മാത്യു ഞങ്ങൾ നേരിട്ട് പരിചയമില്ല അപർണ, പക്ഷേ എനിക്കറിയാം നോബിൾ മാത്യു. അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തകൻ, BJP രാഷ്ട്രീയമാണ്. ഇത് യാതൊരു എനിക്ക് സന്തോഷം, അതൊക്കെ ആവട്ടെ, രാഷ്ട്രീയ നേതാവാകട്ടെ. പക്ഷേ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയം പറയരുത്, അത് ശരിയല്ല. ക്രിസ്ത്യാനികളെ, കത്തോലിക്കരെ, ക്രിസ്ത്യൻ സമുദായത്തെയാണ് ഞങ്ങൾ നോക്കുന്നത്, ലക്ഷ്യമിടുന്നത് എന്ന് പറയുമ്പോൾ അത് തെറ്റാണ് എന്ന് പറയും ഞാൻ. കേരളത്തിൽ ഒരു കാലത്ത് തെറ്റിദ്ധാരണ, അദ്ദേഹം പറഞ്ഞൊരു പ്രയോഗമാണ്, ബഹുമാനപ്പെട്ട നോബിൾ മാത്യു പറഞ്ഞത്, ക്രിസ്ത്യാനികൾക്ക് ചില തെറ്റിദ്ധാരണകളുണ്ട്. പറഞ്ഞ എന്താ തെറ്റിദ്ധാരണ? നിലയ്ക്കൽ സമരം, ഞാനെന്ന് മാതൃഭൂമിയിൽ സബ് എഡിറ്ററാണ് തിരുവനന്തപുരത്ത്. അപർണ, മാതൃഭൂമിയിൽ നമ്മളിങ്ങനെ, എൻ്റെ നാട് അവിടെയാണ്, കോഴഞ്ചേരി മാരാമൺ പ്രദേശത്ത്. അവിടെ നിന്ന് വരുന്ന വാർത്തകൾ ഞാൻ തിരുവനന്തപുരത്ത് എൻ്റെ ഡെസ്കിൽ നിന്ന് കാണാം. നമുക്ക് നേരിട്ട് മാതൃഭൂമി കറസ്പോണ്ടൻ്റ് അയക്കുന്ന റിപ്പോർട്ടറാണ്. ക്രിസ്ത്യാനികൾ പേടിച്ച് വിറങ്ങലിച്ച് രാത്രിയും പകലും കഴിച്ചു കൂട്ടിയ കുറേ ദിവസങ്ങൾ വർഗീയ ലഹളയുടെ വക്കത്തെത്തി. അന്ന് ശബരിമലയുടെ നമ്മുടെ കുമ്മനം രാജശേഖരനാണ് നേതൃത്വം കൊടുത്തത്. പിന്നീട് 84-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹിന്ദു മുന്നണി സ്ഥാനാർത്ഥി കേരളവർമ്മ രാജ തിരുവനന്തപുരത്ത് മത്സരിച്ചു. ഹിന്ദു മുന്നണി സ്ഥാനാർത്ഥി. അന്ന് ക്രിസ്ത്യാനികളെ ആർക്കും വേണ്ടായിരുന്നല്ലോ, ബഹുമാനപ്പെട്ട നോബിൾ മാത്യു. അന്ന് കത്തോലിക്കരെ ആർക്കും വേണ്ടായിരുന്നല്ലോ. മാരാമണ്ണുള്ളത് മർത്തോമ സഭയുടെ കേന്ദ്രമാണ്, മാരാമണ്ണും തിരുവല്ലായും ഒക്കെ. മാരാമണ്ണ് കൺവെൻഷൻ 15-ാം തീയതി തുടങ്ങാൻ പോവാണ്. ഞാൻ അവിടുത്തെ മർത്തോമ പള്ളിയിലെ ഒരു അംഗമാണ്. അന്ന് മാരാമൺ കൺവെൻഷൻ 100-120 വർഷത്തിലേറെയായി മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് മാരാമൺ മണപ്പുറത്താണ്. ഈ വേനലൊക്കെ ആകുമ്പോഴത്തേക്ക് ഫെബ്രുവരി മാസത്തിൽ അവിടെ വെള്ളം ഒഴിയും, മണൽപ്പുറം വളരെ നല്ലൊരു കൺവെൻഷൻ നടത്താനുള്ള കേന്ദ്രമാകും. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്. മർത്തോമ സഭയുടെ വലിയൊരു ആത്മീയ കൂട്ടായ്മയാണത്. ആ സഭ, മർത്തോമ സഭയുടെ മാരാമൺ കൺവെൻഷൻ മാരാമണ്ണം നടത്താതിരിക്കാൻ RSS നടത്തിയ ഗൂഢാലോചന, പരസ്യമായ നീക്കങ്ങൾ, അതിനെതിരെ മർത്തോമ സഭയല്ല സമൂഹം ഒന്നാകെ ഉടന്നു. EK നയനാർ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണോ പ്രതിപക്ഷ നേതാവായിരുന്നു, അദ്ദേഹം മുന്നോട്ടിറങ്ങി പ്രസ്താവന നടത്തി, മാരാമൺ കൺവെൻഷൻ തടയാൻ വരുന്നവൻ്റെ കൈ ഞങ്ങൾ വെട്ടുമെന്ന്. നോബിൾ മാത്യു, ഇത് ധാരണയല്ല, തെറ്റിദ്ധാരണയല്ല, എന്ത് വേണമെങ്കിലും വിശേഷിപ്പിച്ചു. സ്റ്റാൻ സ്വാമി മറന്നുപോയോ? കത്തോലിക്കർ മറന്നുമോ? നമ്മുടെ ഒരു അച്ഛൻ അവിടെ ഇരിപ്പുണ്ടല്ലോ, സ്റ്റാൻ സ്വാമി അറിയാമല്ലോ. മണിപ്പൂർ, ഇന്നും ഉത്തർപ്രദേശ്, അതുപോലെയുള്ള നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ പള്ളികളിൽ ആരാധനയ്ക്ക് സ്വതന്ത്രമായിട്ട് പോകാൻ ക്രിസ്ത്യാനികൾക്ക് സ്വാതന്ത്ര്യമുണ്ടോ നോബിൾ മാത്യു? എനിക്ക് തോന്നുന്നില്ല. എന്നിട്ട് കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ വോട്ട് വേണം, ഇവിടുത്തെ ഹിന്ദുക്കളുടെ വോട്ട് കിട്ടാനാണ് നോക്കിയത്. അപർണ കുറുപ്പെന്നാണ് എൻ്റെ കൂടെ ഇരിക്കുന്ന ഈ ആങ്കറിൻ്റെ പേര്. ആദ്യം ബഹുമാനപ്പെട്ട ഫിലിപ്പല്ല കെന്നഡി പറഞ്ഞുവല്ലോ, അപർണ കുറുപ്പ് എന്താണ് ഉദ്ദേശിക്കുന്നത്, ദുരുദ്ദേശമാണ് ഇതിട്ടേക്കുന്നത് തലക്കെട്ടെന്ന്. അപർണ കുറുപ്പിനോട് കെന്നഡി പറയുകയാണ്, കത്തോലിക്ക സഭയുടെ നേതാവ് പറയുകയാണ്, നിങ്ങൾ പറയുന്നത് ദുരുദ്ദേശപരമാണ്. ഇതാണ് കേരളത്തിൻ്റെ സെക്കുലർ മനസ്സ്. കെന്നഡി, പ്രിയപ്പെട്ട കെന്നഡി, ഓർക്കണം. ഈ മനസ്സുകൊണ്ടാണ് കേരളം ഇന്നും സ്വച്ഛ സുന്ദരമായ സംസ്ഥാനമായിട്ടിരിക്കുന്നത്.
ഇവിടെ BJPക്ക് കടന്നു വരാൻ കഴിയുന്നില്ലെങ്കിൽ അതിന് കാരണമെന്താണെന്ന് BJP നേതൃത്വം ആലോചിക്കണം. ഇവിടുത്തെ ക്രിസ്ത്യാനികളല്ല പ്രശ്നം, ഇവിടുത്തെ മുസ്ലിങ്ങളല്ല പ്രശ്നം. BJPക്ക് തടയിടുന്നത്, BJPയെ ഇങ്ങോട്ട് കടത്താതിരിക്കുന്നത്, RSSന്റെ വാദം, തീവ്രവാദം, തീവ്ര ഹിന്ദുത്വ ഇവിടെ ചെലവാകാതിരിക്കുന്നത് ഇവിടുത്തെ ഹിന്ദു മനസ്സിന്റെ ശക്തി കൊണ്ടാണ്. പ്രിയപ്പെട്ട ഫാദർ ഫിലിപ്പ് കവീൽ